ഹായ് അസ്സാം വലൈക്കും. എന്താക്കുന്നത്? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ചാന വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഞങ്ങൾ കല്ലിലരച്ചിട്ട് ചുടുന്ന പത്തൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെ ചുടുന്നതെന്ന് നോക്കാം. ഞങ്ങൾ കാസർഗോട്ടാറ് എങ്ങനെ കല്ലിലരച്ചിട്ട് ചുടുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കല്ലിലരച്ചിട്ട് കുറേ ആൾക്കാർ ചുടുന്നുണ്ടാവും, കുറേ ആൾ പൊടിയിലല്ലേ ചുടുന്നുള്ളത്. ഞങ്ങൾ കല്ലിലരച്ചിട്ട് ചുടുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. കല്ലിലരച്ചിട്ട് ചുടുന്ന പത്തലാണ് ഏറ്റവും നല്ലത്, നല്ല സ്വാദും എല്ലാം ഉള്ളത്. ഈ പൊടിയിൽ ചുട്ട പത്തൽ അത്ര നല്ലതെന്നില്ല. അപ്പോൾ കല്ലിലരച്ചിട്ട് ചുടുന്ന പത്തൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജാസ്തി തന്നെ അരി പൗത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജാസ്തി അരിച്ചെങ്കിൽ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എപ്പോൾ ആവശ്യമുണ്ട് അപ്പം എടുത്തിട്ട് ചൂടാനും വേണ്ടിയിട്ട് കുറച്ച് ജാസ്തി തന്നെ ഞാൻ പൗത്തിയിട്ടുണ്ട്. ഇപ്പം ഞാനിത് രാവിലെ പൗത്തിയിട്ട് ഒരു വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഞാൻ ചുടുന്നത് ഉള്ളത്. അപ്പോൾ അതിനെ പാങ്ങല കൈയിട്ട് കുറച്ച് ചേറിയിട്ടെല്ലാം എടുക്കണം. സ്റ്റോറിലരി അല്ലേ, സ്റ്റോറിലരി ആകുമ്പോൾ നമുക്ക് ചേറാതെ ഇതാക്കാൻ കഴിയാം. കുറച്ച് ചേറിയിട്ടെല്ലാം എടുത്തിട്ടായിട്ട് നല്ലപോലെ പൗത്തിയിട്ട് വെക്കണം. പൗത്തിയിട്ട് ഒരു രാവിലെ പൗത്തിയെങ്കിൽ ഒരു 5 മണി സമയത്ത് ആ സമയത്തെല്ലാം എടുക്കാം. ഞാൻ പിന്നെ രാത്രി പൗത്തിയെങ്കിൽ രാവിലെ ചൂടാം, അങ്ങനെ എല്ലാം ആക്കാം. ഞാനിപ്പോൾ രാവിലെ പൗത്തിയിട്ട് 5 മണി സമയത്ത് ചുടുന്നുള്ളത്. അങ്ങനെ അതിനെ കൈയിട്ടെല്ലാം എടുത്തിട്ടായിട്ട് കല്ലിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും വീത്തിയിട്ട് ഉപ്പിട്ടിട്ട് കൊടുത്ത്. പിന്നെ നമുക്ക് അതിനെ തൊടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതിന് അരിയുമല്ല കൂട്ടുന്നതും എല്ലാം ഇതേ ഗ്രൈൻഡറിൽ തന്നെ ഉണ്ടല്ലേ. അപ്പം മറ്റേ കല്ലാകുമ്പോൾ നമുക്ക് കൂട്ടിയിട്ടല്ലേ കൊടുക്കണോ. ഇപ്പോൾ ഈ കല്ലിൻ്റെ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ കൂട്ടുന്നു ചെയ്ത് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞിട്ട് കിട്ടും. നമുക്ക് ഈ കല്ലുള്ളത് നല്ല കോണാന്ന്, നല്ല പത്തൽ നല്ല അരിഞ്ഞിട്ട് കിട്ടുന്നു. ഇപ്പോൾ നോമ്പിനെല്ലാം നമുക്ക് നല്ലതാണ് ഈ പത്തലിന് അരിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പൊടിയിൽ ചുടുന്നവർക്കല്ല, കല്ലിൽ അരിച്ചിട്ട് ചുടുന്നവർക്ക് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമുക്ക് ഇത് അരിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കല്ലിൽ എടുക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കല്ലിൽ എടുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ കല്ല് നല്ല എടുത്തിട്ട് ഇനി പുതുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്തലിടുന്ന ഓട് എടുത്തിട്ടുണ്ട്. 4 ഇടുന്ന ഓടുണ്ടല്ലോ, 4 പത്തലിടുന്ന ഓട്, ഞാൻ അതന്നെ എടുത്തിട്ടത്. ചില ആൾ പഴയ ഓട്ടിൽ പുതുക്കിയിട്ട് ഇങ്ങനത്തെ പുതിയ ചുടുന്നത്. ഇപ്പോൾ ഞാൻ ഇതേ ഓട്ടിൽ തന്നെ പുതുക്കുന്നുള്ളത്. മുമ്പെല്ലാം ഞാൻ പഴയ ഓട്ടിൽ പുതുക്കിയിട്ട് ഇതിൽ ചുട്ടുകൊണ്ടുണ്ടായി. ഇപ്പോൾ ഈ ഓട് തന്നെ കുറച്ച് പഴയതായിന്, അതിനെ കൊണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ തന്നെ പുതുക്കുന്നത്. അപ്പം നല്ല ചൂടാകുമ്പോഴാണ് ഇതിൽക്ക് പത്തലിൻ്റെ പിട്ട് ഒഴിച്ചിട്ട് കൊടുക്കേണ്ടത്. ചൂടാവാതെ ഒഴിച്ചിട്ട് കൊടുത്തെങ്കിൽ അത് അടിക്ക് പിടിച്ചിട്ട് അളയില്ല. നല്ല ഓട് ചൂടാകുമ്പോൾ ഒഴിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല പുതുങ്ങിയിട്ട് കിട്ടുന്നത്. എല്ലാവരും കൈ വെച്ചിട്ട് തന്നെ തിരിച്ചിട്ട് മറിച്ചിട്ട് ഇടുന്നത്. ഞങ്ങൾക്ക് കൈ പൊള്ളിയിട്ട് കഴിയുന്നില്ല അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇതാക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഒരു തവി വെച്ചിട്ടാണ് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇടുന്നുള്ളത്. കുറച്ചായിട്ട് ഇതിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് പുതുക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഫുള്ള് ഇതിൽ പൊടിക്കാലല്ല, ഫുള്ള് ഒഴിച്ചിട്ട് കൊടുത്തെങ്കിൽ കുറച്ചായിട്ട് ഇങ്ങനെ പുതുക്കിയിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം പുതുക്കിയിട്ട് എടുത്തിന്. പിന്നെ ഇതിലേക്ക് പുതുക്കിയ വിട്ടെല്ലാം ഉണ്ടല്ലേ, അതിനെല്ലാം ഞാൻ പാങ്ങല തോർത്തിയിട്ട് എടുത്ത്. ഇനിയാണ് ടാസ്ക് ഉള്ളത്. നല്ല പാങ്ങല മിക്സ് ആക്കിയിട്ട് നമുക്ക് നല്ല ഊണം ഞൗണ്ടി കൊടുക്കണം. ഈ പിട്ട് എത്ര ഞൗണ്ടുന്നത് അത്രയാണ് നമുക്ക് ഈ സോഫ്റ്റായിട്ട് പത്തൽ കിട്ടുന്നത്. ഇതിൽ ഞൗണ്ടുന്നതിലാണ് ഉള്ളത്. അപ്പോൾ നല്ല പാങ്ങല ഞൗണ്ടിയിട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു അച്ചി എടുത്തിട്ട് അതിലേക്ക് കൂട്ടയില്ലെങ്കിൽ കൂട്ട മുറിച്ച് കൊടുക്കണം. കൂട്ട 2 തരമുണ്ട്. ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടിയുണ്ട്, ഒന്ന് കുറച്ച് ഹാർഡായിട്ടുള്ള കൂട്ടി എടുക്കണം. ഇപ്പോൾ ഇങ്ങനത്തെ കൂട്ട എടുക്കണം. ഇങ്ങനത്തെ ഈ സിൽവർ പോലത്തെ ഇങ്ങനത്തെ കൂട്ട എടുക്കണം. ഇപ്പോൾ 2 തരം കൂട്ടുണ്ട്. മറ്റേ കൂട്ട എടുത്തെങ്കിൽ നമുക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്നില്ല പത്തൽ നിൽക്കുമ്പോൾ. ഇത് നല്ല റൗണ്ടായിട്ട് വരുന്നു ഇങ്ങനത്തെ കൂട്ട എടുത്തെങ്കിൽ. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. മറ്റേ കൂട്ടയിൽ എനിക്ക് എത്രയൊന്നും ശരിയായിട്ടില്ല. ഇപ്പോൾ ഈ കൂട്ടയിൽ നല്ല റൗണ്ടായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് നെക്കിയിട്ട് എടുക്കാം. അച്ചിയിൽ വെച്ചിട്ട് ഇങ്ങനെ നെക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഓരോന്നായിട്ട് നമുക്ക് പത്തലിടുന്ന ഓട്ടിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്നിട്ടിട്ട് ആകുമ്പോൾ പിന്നെ ഒന്ന് അച്ചിയിൽ നെക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ടായിട്ട് മുന്നത്തേനെ തിരിച്ചിട്ടിടാം. അങ്ങനെ പിന്നെ ഒന്നിടുമ്പോൾ പിന്നെ മുന്നത്തേനെ തിരിച്ചിട്ടിടാം. അങ്ങനെ ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പത്തൽ ചുടുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പൊടിയിലായെങ്കും ചുടുന്ന ഇങ്ങനല്ലേ, പത്തൽ ചുടലിങ് തന്നെയല്ലേ, പൊടിയിലായെങ്കും അരിച്ചിട്ടായെങ്കും. ഇപ്പോൾ ഞാൻ അരിക്കുന്നത് വരെയുള്ള വീഡിയോ എടുത്തിട്ട് കാണിച്ച് ഇനി ചുടുന്നതും ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് പിന്നെ കുറച്ച് നല്ല കായുമ്പോൾ ഫസ്റ്റ് ബിയ്യം മറിച്ചിട്ടിടണം. പിന്നെ ലാസ്റ്റ് നല്ല കാഞ്ഞിട്ടാകുമ്പോൾ മറിച്ചിട്ടിടണം. അപ്പോൾ ഇങ്ങനെ പൊന്തിയിട്ട് വരും നമുക്ക് പത്തലെല്ലാം. ഇതാ നല്ല പത്തലതിന് അരച്ചിട്ട് ചുട്ട പത്തൽ, നല്ല പത്തൽ. ഇതാ അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ചുട്ടിട്ടെടുക്കുന്നുണ്ട്. ഒന്നെടുക്കുമ്പോൾ ഒന്നിടുന്നുണ്ട്. അങ്ങനെ എല്ലാം ചുട്ടിട്ട് അതിന് ഇതാ ഇത്ര ഞാനിപ്പോൾ ചുട്ടത്. ഇങ്ങനെ നിങ്ങൾ കല്ലിലരച്ചിട്ട് ചുട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കല്ലിലരച്ചിട്ട് ചുട്ടിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിനെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കണ്ട.
ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടേ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.